ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഗണപതിയുടെ വിസർജനമായിരുന്നു. അപ്പോൾ ചെറിയ ഗണപതികളുടെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു. ഞങ്ങൾ കണ്ട ഗണപതികളാണ് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഗണപതി വിസർജൻ്റെ ഒരു സ്റ്റോറി എനിക്കറിയാം. അതെനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മഹാഭാരതം എഴുതിയത് ആരാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരുടെ വിചാരം നമ്മൾ വേദവ്യാസനാണ് എഴുതിയത് മഹാഭാരതം എന്ന്. പക്ഷേ വേദവ്യാസൻ മഹാഭാരതം പറഞ്ഞു അദ്ദേഹത്തിനൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതേ സ്പീഡിൽ അത് എഴുതാൻ ആർക്കാണ് പറ്റാന്ന്. അപ്പോൾ അതിന് റെഡി ആയത് നമ്മുടെ ഗണപതി ഭഗവാനാണ്. അങ്ങനെ 10 ദിവസം ഗണപതി ഭഗവാൻ വേദവ്യാസൻ ഇങ്ങനെ മഹാഭാരത കഥ പറഞ്ഞു. ഗണപതി ഭഗവാനാണ് ഈ സ്റ്റോറി എഴുതിയത്. അങ്ങനെ 10 ദിവസം ഒരുത്തിന്ന് അനങ്ങാണ്ട് ഇരുന്ന് എഴുതി. ലാസ്റ്റ് ഗണപതി ഭഗവാൻ എന്തായി, ശരീരം മുഴുവൻ ഭയങ്കര ടെമ്പറേച്ചറായി, സഹിക്കാൻ പറ്റാത്ത ടെമ്പറേച്ചറും മേല് മുഴുവൻ പൊടിയും അഴുക്കൊക്കെ നിറഞ്ഞു. ഇത് കണ്ട മുനി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്തുള്ള ഒരു നദിയിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തിനെ കുളിപ്പിച്ചു. ആ കുളിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ആ 10 ദിവസം വെച്ച് പൂജിച്ച് ഗണപതി ഭഗവാനെ കൊണ്ടുപോയി ഒഴുക്കണത്. അപ്പോൾ ഈ സ്റ്റോറി എൻ്റെ എത്ര ഫ്രണ്ട്സിന് അറിയാമെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടണേ. അതുപോലെ തന്നെ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്റ്റോറി അറിയാമെന്ന് വെച്ചാൽ അതും ഷെയർ ചെയ്യണം. ഞാൻ ഇവിടെ വന്ന കാലത്തും അതുപോലെ ഇവിടെ ഗുജറാത്തികളൊക്കെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇനി 15 ദിവസം കഴിഞ്ഞ് നവരാത്രി വരും. അപ്പോൾ ഇവിടെ എങ്ങനെ പറയുക, ആദ്യം നമ്മുടെ ഇവിടെ ഒരു ശ്രാവൺ മഹീന എന്ന് പറഞ്ഞിട്ടൊരു മാസമുണ്ട്. അത് ശിവഭഗവാന്റെ മാസം, നമ്മുടെ രാമായണ മാസം. അപ്പോൾ ആദ്യം ശിവഭഗവാൻ വന്നു. പിന്നെ ദസറ എന്നുണ്ട് 10 ദിവസം ഒരു മാതാജീനെ വെക്കലുണ്ട്. അപ്പോൾ ആ മാതാജി വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗണപതി ഭഗവാൻ വന്നു. അങ്ങനെ ഗണപതി ഭഗവാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും പോയി എന്നാണ് പറയുക. പക്ഷെ ഇതാണ് മെയിൻ സ്റ്റോറി. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറയാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഈ വീഡിയോസ്. പിന്നെ എനിക്കിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. കമൻ്റായിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് ഇടണം. പിന്നെ ഞാൻ ഇനിയും കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കുറേ ഗണപതികളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ഗണപതികളുടെയൊക്കെ ഇനിയും ഞാൻ ചെറിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതിലേത് ഗണപതിനാണ് എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.